ഉപകരണങ്ങളോടെ അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഈ ദിവസത്തിൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങൾ നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും നിറയപ്പെടുന്ന സമയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക പീഡകൾ, തിന്മയുടെ സ്വാധീനങ്ങൾ, സാത്താൻ്റെ സകല സ്വാധീനങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു വിടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്ന സമയമാണ്. കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 10-ാം അധ്യായം 3 മുതലുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല. കൂട്ടിച്ചേർക്കുകയാണ്, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. നാം ജഡത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ജഡിക പോരാട്ടമല്ല, മറിച്ച് ഒരു ആത്മീയ പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. ശത്രുവിനെതിരെയുള്ള, ആത്മീയ ലോകത്തെ ശത്രുവിനെതിരെയുള്ള ഒരു ആത്മീയ യുദ്ധത്തിലാണ്, പോരാട്ടത്തിലാണ് ഓരോ ദൈവ പൈതലും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 10 മുതലുള്ള വചനങ്ങൾ നാം വായിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും ഇത് സമൃദ്ധമായി ഉണ്ടാകാനാണ്. പറയാണ്, കള്ളൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനുമാണ്. പത്രോസ്ലീഹ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 7 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ എഴുതി വെച്ചിരിക്കുകയാണ്, നിന്റെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കിക്കൊണ്ട് ചുറ്റി നടക്കുകയാണ്. എഫേസ്യർ 6-10 മുതലുള്ള വചനങ്ങളിൽ ആത്മീയ സമരത്തെക്കുറിച്ച് പൗലോസ്ലീഹ എഴുതുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്, മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, മനുഷ്യർക്കെതിരായിട്ടല്ല, മറിച്ച് പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ പോലും പ്രവർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാവിനെതിരായിട്ടാണ് നാം പടവെട്ടുന്നത്, യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്ന് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങള്, അന്ധകാര ശക്തിയുടെ പ്രവർത്തനങ്ങള്, ഞങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന, കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന, കർത്താവേ, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പിശാചിന്റെ വഞ്ചനകളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ തിന്മ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഒത്തിരിയേറെ അസ്വസ്ഥതകൾ കുടുംബങ്ങളിൽ കാണാൻ പറ്റും. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിൽ ദൈവം സംവിധാനം ചെയ്തിട്ടുള്ള എല്ലാ മേഖലകളിലും തിന്മ പ്രവർത്തിക്കുമ്പോൾ ദൈവിക സംവിധാനങ്ങളെ തകിടം മറിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യം. ഒരു കുടുംബത്തിൽ തിന്മ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ് കുടുംബ ബന്ധങ്ങളിൽ എപ്പോഴും അസ്വസ്ഥതകൾ, എപ്പോഴും കലഹം, വിവാഹമോചനങ്ങളുടെ ഒരു നിര തന്നെ കുടുംബങ്ങളിൽ, വിവാഹം നടക്കാത്ത അവസ്ഥകൾ, തടസ്സം ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ കുടുംബത്തിലുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലകാല മരണങ്ങള്, അപകട മരണങ്ങൾ, ആവർത്തിച്ചുള്ള മരണങ്ങള്, ദുർമരണങ്ങള് നിരന്തരം നമ്മുടെ കുടുംബങ്ങളിൽ, ഭവനങ്ങളിലുണ്ടോ? ഒരു ആത്മീയ ശ്രദ്ധ ക്ഷണിക്കുന്ന വിഷയങ്ങളാണ് അതൊക്കെ. ചില മാരക രോഗങ്ങൾ, അത് മാറാ രോഗങ്ങളായി പാരമ്പര്യമായി നിൽക്കുന്ന ചില രോഗപീഠകൾ, ഇതിൻ്റെയൊക്കെ പിന്നിൽ തിന്മയുടെ സ്വാധീനങ്ങളുണ്ട് എങ്കിൽ ആ മേഖലയിൽ നമ്മൾ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് മാനസിക ആരോഗ്യ കുറവുകള്, എപ്പോഴും വിരുദ്ധ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് നിൽക്കുന്ന മക്കള്, കുടുംബത്തിൽ എപ്പോഴും സാമ്പത്തിക തകർച്ചകള്, ഉന്നതി പ്രാപിക്കാത്ത അവസ്ഥകള്, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയ അവസ്ഥകള്, ചില ദുസ്വഭാവങ്ങള്, വ്യക്തിപരമായ ജീവിതത്തിൽ തിന്മ പ്രവർത്തിക്കുന്നതിന് ചില അടയാളങ്ങൾ കാണാൻ പറ്റും. നിരന്തരമായി ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പാപത്തിന്റെ മേഖലകള്, ചില തിന്മയുടെ സ്വാധീനങ്ങള്, ചില ദുശീലങ്ങളുടെ അടിമത്തങ്ങള്, ചില ദുസ്വഭാവങ്ങള്, ആ മേഖലകളിലെല്ലാം വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ എത്ര പരിശ്രമിച്ചിട്ട്, എത്ര ആഗ്രഹിച്ചിട്ടും പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചില മേഖലകള്, ചില പാപത്തിന്റെ ബന്ധനങ്ങള്, ചില വിശുദ്ധ ബന്ധങ്ങള്, ചില ദാമ്പത്യേതര ബന്ധങ്ങള്, ഇതിൻ്റെ ഒക്കെ പിന്നിൽ പൈശാചിക ശക്തിയുടെ സ്വാധീനങ്ങളുണ്ട്.
അതുകൊണ്ടാണല്ലോ ഗലാത്യ 5:16 മുതലുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കുവിൻ, ജഡത്തിന്റെ വികാരങ്ങൾക്ക് ഒരിക്കലും അടിമപ്പെടരുത്. ആത്മാവ് നമുക്ക് പ്രേരണകൾ തരുന്നത് പോലെ ശത്രുവും നമുക്ക് നിരന്തരമായ പ്രേരണകൾ തന്നുകൊണ്ടിരിക്കുക. പാപത്തിലേക്കുള്ള പ്രേരണകൾ, അവന്റെ അടിമത്തത്തിലേക്ക് ആധിപത്യത്തിലേക്ക് വീണുപോകാൻ തക്കവിധത്തിലുള്ള പ്രേരണകൾ നിരന്തര ശത്രു നമുക്കെതിരെ ഉയർത്തുന്നുണ്ട്. ഇത് തിരിച്ചറിയാനുള്ള ജ്ഞാനം തരണമെന്ന് പ്രാർത്ഥിക്കാം. ചില ആത്മഹത്യാ പ്രവണതകൾ, നിരന്തരമായി നിൽക്കുന്ന ആത്മഹത്യാ ചിന്തകള്, അമിതമായ ഭയം, ആകുലതകൾ, നിരാശകള്, ഇതിൻ്റെ ഒക്കെ പിന്നിൽ തിന്മയുടെ സ്വാധീനമുണ്ട്. എത്ര ശ്രമിച്ചിട്ട് പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ ശത്രു ബന്ധിച്ചിട്ടിരിക്കുന്ന മേഖലകളിൽ കർത്താവേ വിടുതൽ തരണമെന്ന് പ്രാർത്ഥിക്കുക, വിശുദ്ധീകരണം തരണമെന്ന് പ്രാർത്ഥിക്കുക. ചില ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മക്കളുണ്ട്. ബലഹീനതകൾ വീണു പോകുന്നത് പോലെയല്ല, നിരന്തരമായ ചില പാപത്തിന്റെ സുഖത്തില്, ലൈംഗിക വൈകൃതങ്ങളുടെ പാപബന്ധനങ്ങളിൽ കഴിയുന്ന മക്കള് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ചില ദൈവനിഷേധത്തിലും അതോടൊപ്പം തന്നെ ദൈവത്തെ തള്ളിപ്പറയുന്ന ചില സ്വഭാവ സവിശേഷതകളിലൊക്കെ ആയിരിക്കുന്ന മക്കളുണ്ടാകാം. വിശ്വാസത്തിൽ ക്ഷയിച്ചു പോയ മക്കള് തിന്മയുടെ സ്വാധീനം മൂലം അന്ധവിശ്വാസത്തിലേക്കും അവിശ്വാസത്തിലേക്കും നിരീശ്വരത്വത്തിലേക്കൊക്കെ പോയ മക്കളുണ്ടാകാം. പ്രാർത്ഥിക്കാം, കർത്താവേ ഈ മക്കളുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ, ഈ കുടുംബങ്ങളെ നീ വീണ്ടെടുക്കണമേ. ഈ മക്കൾ അനുഭവിക്കാൻ നിരന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില തടസ്സങ്ങളുടെ പിന്നിൽ പൈശാചിക ശക്തിയുടെ സ്വാധീനങ്ങളുണ്ടെങ്കിൽ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ രണ്ടും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം, ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടാം. കർത്താവേ ഞങ്ങൾക്ക് വിടുതൽ തരണമേ, കുടുംബത്തിന് വിടുതൽ തരണമേ. ജോലി മേഖലകൾ, വരുമാന മാർഗങ്ങളിലൊക്കെ തിന്മ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ മേഖലകളിൽ വിടുതലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മാറാ രോഗങ്ങൾ, മാരക രോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, ഇതിൻ്റെ ഒക്കെ പിന്നിലുള്ള പൈശാചിക ശക്തികൾ യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ ഭവനങ്ങളെ, ഭവനത്തിന്റെ 4 അതിരുകളെ ആത്മനാ കണ്ട് യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ നിന്റെ തിരുരക്തം ഞങ്ങളുടെ ഭവനങ്ങളുടെ മേൽ തളിക്കുന്നു. ഈശോയെ നിന്റെ തിരുരക്തം ഞങ്ങളുടെ ഭവനത്തിന്റെ പ്രവേശന കവാടങ്ങളിൽ ഞങ്ങൾ തളിക്കുന്നു. യേശുവേ നിന്റെ പരിശുദ്ധ രക്തം ഞങ്ങളുടെ ഭവനത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ ഞങ്ങൾ തളിക്കുന്നു. കർത്താവേ നിന്റെ പരിശുദ്ധ രക്തം ഞങ്ങളുടെ കുടുംബങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സകല മേഖലകളിലും കുഞ്ഞാടിന്റെ രക്തം തളിച്ച് ഈശോയെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. വിടുതൽ തരണമേ, വിടുതൽ തരണമേ, സകല പൈശാചിക ശക്തിയുടെ വിടുതൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ നമുക്ക് തന്ന അധികാരം ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. യേശുക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, യേശുക്രിസ്തുവിൽ നമുക്ക് വിടുതലുണ്ട്, യേശുവിൽ നമുക്ക് വിശുദ്ധീകരണമുണ്ട്, യേശുവിൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്, യേശുവിൽ ശത്രുവിൻ്റെ മേൽ നമുക്ക് വിജയമുണ്ട്. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും പിശാചിൻ്റെ മേൽ, ശത്രുവിൻ്റെ മേൽ അവർ വിജയം വരിച്ചുവെന്നാണ് വചനം പറയുന്നത്. കർത്താവേ നിന്റെ പരിശുദ്ധ രക്തം ഞങ്ങളുടെ മേൽ തളിക്കണമേ, ഞങ്ങളുടെ ബലഹീനതകളെ നീ കഴുകണമേ, ഞങ്ങളുടെ പാപത്തിന്റെ ബന്ധനങ്ങളെ നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ പൗരോഹിത്യത്തിൽ അങ്ങേക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പല കോണുകളിലിരുന്ന് ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ ദുരനുഭവങ്ങളുടെ നടുവിലിരുന്ന് പൈശാചിക ശക്തികൾ, തിന്മയുടെ സ്വാധീനങ്ങൾ ബന്ധിച്ചിട്ടിരിക്കുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ, അഹങ്കാരത്തിന്റെ ബന്ധനത്തിലായിരിക്കുന്ന മക്കള്, അശുദ്ധിയുടെ ബന്ധനത്തിലായിരിക്കുന്ന മക്കള്, ആസക്തികൾക്ക് അടിമപ്പെട്ടു പോയ മക്കള്, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയവര്, യേശുവേ നിന്റെ പരിശുദ്ധ രക്തത്താൽ ഇപ്പോൾ വിടുതലുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ വചനം പ്രസംഗിക്കാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ, രോഗികളെ സുഖപ്പെടുത്താൻ അങ്ങ് തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് എല്ലാ പൈശാചിക ശക്തികള്, ഈ മക്കൾക്കെതിരെ, ഈ കുടുംബങ്ങൾക്കെതിരെ നിലനിൽക്കുന്ന എല്ലാ പൈശാചിക പീഡകള്, ഉപദ്രവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മ്ലേച്ഛതയുടെ കെട്ടുകൾ അഴിയട്ടെ, അശുദ്ധിയുടെ കെട്ടുകൾ അഴിയട്ടെ, ദാമ്പത്യ അവിശ്വസ്തതയുടെ കെട്ടുകൾ അഴിയട്ടെ, ആത്മഹത്യ പ്രവണതകൾ യേശുവിന്റെ രക്തത്താൽ അഴിഞ്ഞു പോകട്ടെ. കടബാധ്യതയുടെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ ദൂരെ മാറിപ്പോകട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ കരുണ കാണിക്കണമേ. അത്ഭുതകരമായ വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ ഈ സമൂഹത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, വൈദികനായ എനിക്ക് ഞാൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ അനന്തമായ യോഗ്യതയോട് ചേർന്ന് ഇപ്പോൾ ഈ കുടുംബങ്ങളെ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ ലോകമെമ്പാടും ഇരുന്ന് പങ്കുകൊള്ളുന്ന സകല ദൈവമക്കളും യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കെട്ടുവാനും അടിക്കുവാനും ആശീർവദിക്കുവാനും വിശുദ്ധീകരിച്ച് വിടുതൽ നൽകാൻ പൗരോഹിത്യത്തിൽ അങ്ങ് തന്ന അധികാരത്തിൽ യേശുവിൻ്റെ പരിശുദ്ധ രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും നിങ്ങൾ മുദ്രയിട്ട് അഭിഷേകം ചെയ്ത് സകല തിന്മകളെയും ലൂക്ക 9:1-2 വെളിപാട് 12:11 അധികാരത്തിൽ ബന്ധിച്ച് മത്തായി 18:18 ഞങ്ങൾ ശാസിക്കുന്നു, അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ അവസ്ഥകളൊക്കെ നിങ്ങൾക്കറിയാം. വർഷങ്ങളായി, കാലാകാലങ്ങളായി നിങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ തിന്മയിൽ നിന്ന് വിടുതൽ കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് ജീവിക്കുന്ന കർത്താവ്, പിശാചിൻ്റെ മേൽ അധികാരമുള്ളവൻ എഴുന്നേറ്റ് നിൽക്കുന്ന സമയമാണ്. നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ആ വിശ്വാസത്തിൻ്റെ കരുത്തെടുത്ത് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.